ആലപ്പുഴ ജില്ലയിലെ തൃച്ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം പ്രസിദ്ധമാണ്. ദക്ഷിണ കൈലാസം എന്നാണ് ക്ഷേത്രം അറിയപ്പെടുന്നത്. അതൊരു ശിവപാർവതി ക്ഷേത്രമാണ്. അവിടെ കുടികൊള്ളുന്ന ശ്രീ പാർവതി ഋതുമതിയായ ദേവിയാണ്. എല്ലാ സ്ത്രീകളെയും പോലെ ഭഗവതിക്കും ആർത്തവ ദിവസങ്ങളുണ്ടാകുന്നു. അതിനെ തൃപ്പൂത്താവുക അല്ലെങ്കിൽ തിരുപ്പൂത്താവുക എന്നാണ് അറിയപ്പെടുന്നത്. ദേവി തൃപ്പൂത്തായെന്നറിഞ്ഞാലുടനെ ഭഗവതിയെ തിരുനടയിൽ നിന്നും വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള മറ്റൊരു നടയിലേക്ക് മാറ്റിയിരുത്തുന്നു. 3 ദിവസങ്ങൾ ദേവി അവിടെയാണ് വസിക്കുക. 4ാം നാൾ തൃപ്പൂത്താരാട്ടാണ്. 4ാം നാൾ അതിരാവിലെ ദേവി പമ്പയാറ്റിൽ നീരാട്ടിന് പുറപ്പെടുന്നു. നീരാട്ടിന് ശേഷം മടങ്ങി വരുന്ന ദേവിയെ സാക്ഷാൽ ഭഗവാൻ നേരിട്ട് എഴുന്നള്ളിയാണ് ക്ഷേത്രത്തിലേക്ക് ആനയിക്കുക. ഒപ്പം ആ നാട്ടിലെയും മറുനാട്ടിലെയും സ്ത്രീകൾ താലപ്പൊലി ഏന്തിയും ദേവിക്ക് സ്വാഗതമരുളുന്നു. ശങ്കരനുമോരുമിച്ചു ചെങ്ങന്നൂരു മതിലകത്തിങ്കൽ വാഴും പരാശക്തി. 3 നാൾ ദേവിയെ പിരിഞ്ഞ സങ്കടത്തിലായിരുന്ന മഹാദേവൻ 4ാം നാൾ വളരെ സന്തോഷത്തോടെ ദേവിയെ ആനയിക്കുന്നത് കാണുക അതിമനോഹരവും ഭക്തിനിർഭരവുമായ കാഴ്ചയാണ്. ക്ഷേത്രത്തിലെത്തിയ ദേവീദേവന്മാർ പടിഞ്ഞാറേ നടയിൽ, അതായത് ദേവിയുടെ തിരുനടയിൽ ആനപ്പുറത്തെഴുന്നള്ളി ഭക്തർക്ക് ദർശനവും അനുഗ്രഹവും നൽകുന്നു. അതേസമയം ദേവീദേവന്മാരുടെ സമക്ഷം പറ വഴിപാട് നടത്തപ്പെടുന്നു. നെൽപ്പറ, അരിപ്പറ, മഞ്ഞൾപ്പറ, ഇങ്ങനെ പലതരം വഴിപാടുകളുണ്ട്. അതിൽ മഞ്ഞൾപ്പറയാണ് ദേവിക്ക് ഏറ്റവും ശ്രേഷ്ഠം. ആർത്തവ സംബന്ധമായ, ഗർഭാശയ സംബന്ധമായ പല രോഗങ്ങൾക്കും ഭക്തർ പ്രതിവിധിയായി ഭഗവതിയുടെ നടയ്ക്കൽ മഞ്ഞൾ പൊതി സമർപ്പിക്കാറുണ്ട്, മഞ്ഞൾ പറ സമർപ്പിക്കാറുണ്ട്. എല്ലാ ദിവസങ്ങളിലും ഈ വഴിപാടുകൾ ഭഗവതിയുടെ നടയ്ക്കൽ സമർപ്പിക്കാവുന്നതാണ്. അതിനുശേഷം ക്ഷേത്രം വലം വെച്ച് ദേവീദേവന്മാർ വീണ്ടും ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. വർഷത്തിൽ പലതവണ ദേവി തൃപ്പൂത്താകാറുണ്ട്. ദേവിയുടെ തൃപ്പൂത്തിനെ പരിഹസിച്ചവർക്ക് നല്ല ശിക്ഷയും ലഭിച്ചിട്ടുണ്ട്. അതൊരു പഴയ കഥയാണ്, പിന്നീട് പറയാം.